ഹൃദയപൂർവം ഭാഗം 15. ഹായ്, ഞാനാണ് കാർത്തിക. പുതിയ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. പുതിയ സ്റ്റോറി എഴുതുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം ആ കഥ എല്ലാവരിലേക്കും ഇഷ്ടപ്പെട്ട് എത്തണമെങ്കിൽ അല്പം സമയം എടുക്കുമെന്ന് എനിക്കറിയാം. ഫസ്റ്റ് ഭാഗങ്ങളൊന്നും വായിച്ചാൽ സത്യത്തിൽ ഒന്നും മനസ്സിലാവില്ല. കഥയോടടുക്കണമെങ്കിൽ ഒരു 10-15 ഭാഗങ്ങൾ കഴിയുമ്പോഴായിരിക്കും കഥ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി വരുന്നത്. നായകൻ ആരാണ്, നായിക ആരാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞു വരുന്നത്. ഈ കഥയിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇത്രയും നാൾ ഞാൻ ചെയ്ത കഥയിൽ നിന്നും ഒരു വ്യത്യസ്തത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതറിയാനാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ എന്ന് പറയുന്നത്. പിന്നെ വീഡിയോ കേൾക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഹൃദയപൂർവം. മോളെ വേണ്ട, ഇനി നാളെ എടുത്താൽ മതി. മാഷിൻ്റെ ഒച്ച കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കിയത്. വാതിൽ തുറന്ന് മഴയിലേക്ക് ഇറങ്ങുന്ന ലക്ഷ്മിയെ കണ്ടതും മാധവ് കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൻ്റെ അടുത്തായി ഇരുന്ന മിത്രയും. അപ്പോഴേക്കും അവിടെയും വരാന്തയിൽ മാഷും ടീച്ചറമ്മയും എല്ലാം വന്നു. ഈ കൊച്ചിൻ്റെ ഒരു കാര്യം മഴ എന്ന് പറഞ്ഞ ഭ്രാന്താണെന്ന് തോന്നുന്നു. മോളെ വേഗം വാ, ആ കിട്ടി ടീച്ചറമ്മേ, അവൾ പറഞ്ഞുകൊണ്ട് ഓടി വരാന്തയിലേക്ക് കയറി. ആ സമയമാണ് അപ്പുറത്തെ വീടിൻ്റെ വരാന്തയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന മാധവിനെ അവൾ കണ്ടത്. പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ ഒരു ഷോക്ക് ഏറ്റതുപോലെയാണ് അവൾക്ക് തോന്നിയത്. എന്തു പറ്റി? ഇവിടെ നിന്നും സീതാമ്മ വിളിച്ചു ചോദിച്ചു. ഞാനേ മോള് ചെടി നട്ടുകൊണ്ടിരുന്നപ്പോൾ കടയിൽ പോയിട്ട് വന്നതാ. കണ്ണട ഊരി ആ മതിലിൽ വെച്ചു, മറന്നുപോയി എടുക്കാൻ. ഇപ്പോൾ എന്തോ കാര്യത്തിന് കണ്ണട നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോഴാണ് മോള് പറഞ്ഞത്, മാഷച്ചൻ അവിടെ കണ്ണട ഊരി വെച്ചിരുന്നു, എടുത്തോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് ഞാൻ ഓർത്തു. അതെടുക്കാനാ ഇപ്പം ഈ മഴയിൽ നനഞ്ഞ് പോയത്. നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയുടെ സാരിയുടെ തലപ്പ് കൊണ്ട് അവളുടെ തല തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവളുടെ നോട്ടം ഇടയ്ക്ക് മാധവിലേക്ക് പോകുന്നുണ്ട്. മാധവും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നല്ല മഴയാണ്, തോരുന്നില്ല അല്ലേ? എന്തായാലും കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും, ഉദയൻ പറഞ്ഞു. ആ അത് ശരിയാ, നാളെ സൺഡേ അല്ലേ, എങ്ങും പോണ്ടല്ലോ, സീതാമ്മ പറഞ്ഞു. ഇല്ല, അമ്പലത്തിൽ പോണ്ടേ. അത് കുറച്ച് വൈകിയാണെങ്കിലും പോവാലോ. അല്ല, നിങ്ങൾ വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോയാലോ? കുറേ നാളായില്ലേ അവിടേക്ക് പോയിട്ട്, ടീച്ചറമ്മ ചോദിച്ചു. ശരിയാണ്, ഒരുപാട് നാളായി പോയിട്ട്. പക്ഷേ എന്ന് പറഞ്ഞ് സീതാമ്മ മാധവിൻ്റെ അച്ഛനെ ഒന്ന് നോക്കി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മാധവിനെയും. നീ നാളെ ബസ്സിൽ പോകുന്നുണ്ടോ മോനെ? സീതാമ്മ ചോദിച്ചു. എന്താ, അമ്മയ്ക്ക് അമ്പലത്തിൽ പോണോ? പോയാൽ കൊള്ളാമെന്നുണ്ട്, കുറേ നാളായി പോയിട്ട്. എന്നാ പോകാം. നാളെ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, ഉച്ചവരെയല്ലേ അല്ലെങ്കിൽ ഓടുന്നുള്ളൂ. എന്നാ പോകാം മാധവ, എനിക്കൊരു കൂട്ടാവുമല്ലോ, ഉദയൻ പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് നോക്കിയത് ലക്ഷ്മിയാണ്. താനും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ചെറിയൊരു ഞെട്ടൽ അവിടെ ഉണ്ടോ എന്ന് അവനൊരു സംശയം. അവൻ അവളെ നോക്കി. മോളെ ചെന്ന് ഈ ഡ്രസ്സും കൂടി മാറിയിട്ടേ, നനഞ്ഞിരിക്കുകയാണ്, ടീച്ചറമ്മ പറഞ്ഞു. കുഴപ്പമില്ല ടീച്ചറമ്മേ. എന്ത് കുഴപ്പമില്ലാന്ന്? അല്ലെങ്കിൽ തന്നെ തണുപ്പാ. എന്നിട്ട് ഈ നനഞ്ഞു തെറ്റുകൊണ്ട് കിടക്കാൻ നിൽക്കണ്ട, ചെല് മാറിയിട്. ടീച്ചറമ്മ അവളെ അകത്തേക്ക് വിട്ടു. ആ സമയം മാധവിൻ്റെ മനസ്സിലേക്ക് കുറച്ചു മുമ്പ് വന്ന കാഴ്ചയായിരുന്നു. അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. എന്നാ ശരി, രാവിലെ കാണാം എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി. മാധവ് അവൻ്റെ റൂമിലേക്ക് ചെന്നു. അവള് ഇപ്പോൾ ജനാല അടക്കുമെന്ന് അവനറിയാം. അവൻ വേഗം ജനലയുടെ ഭാഗത്തേക്ക് വന്ന് നോക്കി. അവളുടെ മുറിയിൽ ലൈറ്റില്ല, പക്ഷേ പാട്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവനൊന്ന് ശ്രദ്ധിച്ചു. മഴയുടെ പാട്ടാണ്. അതങ്ങനെയാണല്ലോ, FM-കാർ സാഹചര്യത്തിന് അനുസരിച്ചുള്ള പാട്ടുകൾ ഇടുമല്ലോ. ആ പാട്ട് കേട്ടുകൊണ്ട് അവൻ നിന്നു. പെട്ടെന്ന് റൂമിൽ ലൈറ്റ് തെളിഞ്ഞു. അവൻ അവളുടെ മുറിയിലേക്ക് നോക്കി. അവളെ അവിടെയെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. അല്പസമയം കഴിഞ്ഞതും തല തുടച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അവളെ അവൻ കണ്ടു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഈ പെണ്ണിൽ എന്ത് പ്രത്യേകതയാണ് തനിക്ക് തോന്നിയത്? ഇത്രയും നാളും ഇങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മയും അച്ഛനും ഇടയ്ക്കിടെ പറയും, അച്ഛൻ്റെ സഹോദരിയുടെ ഒരു മകളുണ്ട് ഗംഗ. ഗംഗയുമായിട്ട് തൻ്റെ വിവാഹം നടത്തണമെന്ന് ഇടയ്ക്ക് അപ്പച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും താല്പര്യക്കുറവ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അവർക്കും ഗംഗയെ ഇഷ്ടമാണ്. ഗംഗ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതിൻ്റേതായ ഒരു സ്റ്റൈലൊക്കെ പുള്ളിക്കാരത്തിക്ക് ഉണ്ടെങ്കിലും ആൾ ഒരു പാവാണെന്ന് അവനറിയാം.
പക്ഷേ എന്തുകൊണ്ടോ തൻ്റെ ഭാര്യ സ്ഥാനത്തേക്ക് അവളെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ താൻ ഇതുപോലെ ചേർത്ത് നിർത്തിയത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നത്. ആ കുടക്കീഴിൽ നിന്നും അവൾ അകന്നു മാറിയപ്പോൾ വല്ലാതെ വേദനിച്ചത്, സങ്കടം തോന്നിയത്, ദേഷ്യം തോന്നിയത് അവൻ ഓർത്തു. ഇതെല്ലാം എന്താണ്? ഇതിന് പേര് പ്രണയമെന്നാണോ? തനിക്ക് അവളോട് പ്രണയം തോന്നിയോ? ഇങ്ങനെ പെട്ടെന്ന് കണ്ട പ്രണയം തോന്നോ? അവൻ്റെ മനസ്സിൽ പലവിധ വിചാരങ്ങൾ കടന്നു വന്നു. അപ്പോഴും അവൻ്റെ നോട്ടം അവളുടെ റൂമിലേക്ക് തന്നെയായിരുന്നു. ഇതൊന്നും അറിയാതെ ബെഡിൽ കിടന്ന് പാട്ട് ആസ്വദിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ അവൾ ബെഡിൽ കിടന്നത്. മഴ നനഞ്ഞത് കൊണ്ടും പുറത്ത് നല്ല തണുപ്പുണ്ടായതുകൊണ്ടും എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാതെ തന്നെ അവൾ ഉറങ്ങിപ്പോയി. അവളുടെ റൂമിലെ ലൈറ്റ് അണയാത്തത് കണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നു. കുറേ സമയം ആയപ്പോഴും അവൾ റൂമിലെ ലൈറ്റ് കിടത്തിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും എന്ന് അവന് തോന്നി. അവനും ബെഡിൽ വന്ന് കിടന്നു. അന്ന് അവനൊട്ടും ഉറങ്ങാനേ സാധിച്ചില്ല. അവൻ്റെ മനസ്സിൽ അമ്പലത്തിൽ നിന്നും ഇറങ്ങിയത് മുതൽ കുറച്ചു മുമ്പ് തൻ്റെ കണ്ണിന് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കാഴ്ചയായ അവളുടെ ആ രൂപം വരെ തെളിഞ്ഞു നിന്നു. അവളെക്കുറിച്ച് ആലോചിച്ച് തന്നെ ഒത്തിരി വൈകിയാണ് മാധവ് അന്ന് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റു. അവൾ പതിവ് പോലെ തന്നെ എഴുന്നേറ്റപ്പോഴാണ് റൂമിൽ ലൈറ്റ് കണ്ടത്. അയ്യോ, ഞാൻ ഇന്നലെ ഇങ്ങനെയാണ് ഉറങ്ങിയത്, അവൾ ആലോചിച്ചു. പിന്നെ വേഗം തന്നെ ഫ്രഷായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. കിച്ചണിൽ ചെന്നപ്പോൾ പതിവ് പോലെ മാഷും ടീച്ചറമ്മയും ഉണ്ട്. മോളെ, ഇന്ന് സൺഡേ അല്ലായിരുന്നോ? എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? അവൾ ചോദിച്ചു. അവിടെ പോകുന്നതിന് ഇത്ര നേരത്തെ എഴുന്നേക്കണമെന്നില്ല, കുറച്ച് വൈകിയാണെങ്കിലും പോയാൽ മതി അവിടേക്ക്, മാഷാണ് പറഞ്ഞത്. ആണോ? എന്തായാലും ഇനി ഉറങ്ങാൻ പറ്റില്ല മാഷച്ചാ. എന്നാതേ ചായ കുടിക്ക്. അല്ല, കുളിച്ചോ നീ? ആ, കുളിച്ചു. ഇന്നും തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ചോ? നീ പുറത്തേക്ക് നോക്കിയേ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ടീച്ചറമ്മ പറഞ്ഞു. അതിനെന്താ, എനിക്ക് തണുപ്പൊന്നും തോന്നിയില്ല, എനിക്കിതൊക്കെ ശീലാണ് ടീച്ചറമ്മേ, അവൾ പറഞ്ഞു. എന്നീ ചായ കുടിക്ക് എന്ന് പറഞ്ഞ മാഷ് അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു. അയ്യോ മാഷച്ച, കോഴിക്കോട് തുറന്നു വിട്ടോ? അവൾ ചോദിച്ചു. ഇല്ലല്ലോ, ഇപ്പോൾ അത് നിന്റെ ഡ്യൂട്ടിയല്ലേ. ദേ ഈ കൊട എടുത്തിട്ട് പോ, മാഷ് പറഞ്ഞു. അയ്യേ, ഇവിടം വരെയല്ലുള്ളൂ, ഞാൻ വേഗം പോയിട്ട് വരാം. വേണ്ട മോളെ. എവിടെ? അപ്പോഴേക്കും അവൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവൾ കോഴികളെയും അഴിച്ചുവിട്ട് അവർക്കുള്ള തീറ്റയും കൊടുത്ത് അവരോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നത് അടുക്കള വാതിക്കൽ നിന്ന് മാഷ് കണ്ടു. ആ കോഴികളോടൊക്കെ സംസാരിച്ചുകൊണ്ട് ആ മഴയും കൊണ്ട് നിൽക്കാണ്, മാഷ് പറഞ്ഞു. അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല മാഷേ, ആ കൊച്ചിന് മഴ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടം തോന്നുന്നു. അതെ, മാഷും ചിരിയോടെ പറഞ്ഞു. എന്നാൽ മാധവ് തൻ്റെ കണി കാണാൻ വേണ്ടി ജനലോരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം അവളുടെ റൂമിലേക്ക് നോക്കി. പിന്നെ ഇപ്പോൾ പതിവ് കാഴ്ചയാണ് കോഴികളെ അഴിച്ചുവിടാൻ വരുന്നതും അവർക്ക് തീറ്റ കൊടുക്കുന്നതും എന്തൊക്കെയോ അവരോട് സംസാരിക്കുന്നതും. അതും പ്രതീക്ഷിച്ച് അവൻ നിന്നു. അപ്പോഴാണ് അവളെ അവിടെ കണ്ടത്. ഇപ്പോൾ തൻ്റെ സ്ഥിരം കണി അവളാണെന്ന് അവൻ ഓർത്തു. ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി നിന്നു. കോഴികൾക്ക് തീറ്റയും കൊടുത്ത് അവൾ തിരിഞ്ഞ് മാധവിൻ്റെ റൂമിൻ്റെ ജനലോരം നോക്കി. ആ സമയം തന്നെ അവൻ അവിടെ നിന്ന് മാറിയിരുന്നു. ഇനി തന്നെ കണ്ട താനിങ്ങനെ നോക്കി നിൽക്കുന്നത് അറിഞ്ഞ ചിലപ്പോൾ അവൾ ഈ വരവ് പോലും ഉണ്ടാകില്ല എന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് മാറിയത്. അവൾ വീണ്ടും കിച്ചണിലേക്ക് ചെന്നപ്പോഴേ മാഷച്ചൻ തോർത്തുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മോളുടെ പുറകെ ഒരു തോർത്തുമായിട്ട് നടക്കല ഞങ്ങളുടെ പണി, മാഷ് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തോർത്ത് വാങ്ങി തല തുടച്ചു. ഇന്നാ ഈ ചായ കുടിക്ക് എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളുടെ നേരെ ചായ നീട്ടി. ഞങ്ങളുടെ 2 മക്കളെയും നോക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാ നിന്നെ ഞങ്ങൾക്ക് നോക്കേണ്ടി വരുന്നത്, ടീച്ചറമ്മ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ടീച്ചറമ്മയുടെ കവിളിൽ പിടിച്ചു. ഇന്നാ ഇത് കഴിച്ചു നോക്ക്. ബിസ്ക്കറ്റോ? ഇത്ര രാവിലെയോ? പിന്നെന്താ, രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നത് നല്ല രസമാണ്, മാഷ് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അവൾ അതും കഴിച്ചുകൊണ്ട് അടുക്കളപ്പടിയിലിരുന്നു. പുറത്തെ കാഴ്ചകൾ നോക്കി. മഴ പെയ്തത് കൊണ്ട് തന്നെ ചുറ്റും മൂടലാണ്. വാഴത്തോട്ടമോ അങ്ങ് ദൂരെ കാണുന്ന മലനിരകളോ ഒന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ടീച്ചറമ്മേ, ഞാൻ മുറ്റടിച്ചിട്ട് വരാം, അവൾ എഴുന്നേക്കാൻ പോയതും. ഇനി നീ മഴയത്തെങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയ നല്ല അടി കിട്ടും,
ടീച്ചറമ്മ അവിടെയുണ്ടായിരുന്ന ഒരു വടിയെടുത്തുകൊണ്ട് പറഞ്ഞു. അത് മുറ്റം അടിക്കണ്ടേ? നിറയെ ഇലകൾ വീണ് കിടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, മഴ മാറിക്കഴിയുമ്പോൾ അടിച്ചാൽ മതി. മഴയത്ത് തന്നെ അടിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ടീച്ചറമ്മ അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ മാഷിനെ നോക്കി. അതെ, ഇന്ന് അമ്പലത്തിൽ പോണ്ടേ? ഇതുപോലെ ഇവിടെയുള്ള പല സ്ഥലങ്ങളും കാണണ്ടേ? പനിച്ച് കിടന്നാലേ അവിടെ കിടക്കത്തേയുള്ളൂ. പിന്നെ അതുമാത്രമല്ല, സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കണോ? മാഷ് ചോദിച്ചു. വേണ്ട, അവൾ ചുമൽ കൂച്ചിക്കൊണ്ട് പറഞ്ഞു. എന്നാ അവിടെ ഇരിക്കുക, ടീച്ചറമ്മ പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങി. ആ കുഞ്ഞു മുഖം വീർപ്പിച്ചുകൊണ്ട് ഇരുന്ന് ചായ കുടിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണെന്ന് ടീച്ചറമ്മയ്ക്ക് തോന്നി. മാഷച്ചാ, നമ്മൾ പോകുന്ന ക്ഷേത്രത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഈ ചിങ്ങഞ്ചിറ ക്ഷേത്രം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നത്, ഒന്ന് അറിഞ്ഞിരിക്കാലോ, അവൾ ചോദിച്ചു. അതോ, പറഞ്ഞു തരാലോ. വലിയ ആൽമരങ്ങൾക്കിടയിൽ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ക്ഷേത്രമാണ്. ശിവന്റെയും പാർവതിയുടെയും വേട്ടക്കാരായ രൂപങ്ങളെ കറുപ്പുസ്വാമി, വേലമ്മ എന്നിങ്ങനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്നും ഈ ക്ഷേത്രം ആരോഗ്യത്തിനും പ്രത്യുൽപാദനത്തിനു വേണ്ടി അനുഗ്രഹം തേടി ഭക്തർ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകളും മൃഗബലിയും അർപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പ്രകൃതി ആരാധനയാണ്. മേലാപ്പുള്ള ഒരു വലിയ ആൽമരമാണ്. അതിന് കീഴിലാണ് കറുപ്പുസ്വാമി ദേവന്റെ പ്രധാന വിഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ശിവന്റെയും പാർവതിയുടെയും വേട്ടക്കാരായ രൂപങ്ങളായി കണക്കാക്കപ്പെടുന്ന കറുപ്പുസ്വാമിയും വേലമ്മയുമാണ് പ്രധാന ദേവതകൾ. ഈ സ്ഥലത്തെ ആൽമരത്തിന് തന്നെ 2000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. കോഴികള്, ആടുകള് ഇവയൊക്കെയാണ് ബലിയർപ്പിക്കുന്നത്. വീടിന്റെയോ തൊട്ടിലുകളുടെയോ ചിത്രങ്ങൾ മരത്തിൽ തൂക്കിയിടുന്നുണ്ട്. ദേവതകൾക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. പിന്നെ ജാതി മതഭേദമന്യേ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. പിന്നെ സിനിമകളും ഒരുപാട് സംഗീത വീഡിയോകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. മോള് കണ്ടിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സമീപത്തുള്ള ഒരു ഗ്രാമമാണ് ചിങ്ങഞ്ചിറ. പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും നെല്ലിയാമ്പതി കുന്നുകളുടെയും സാമീപ്യത്തിന് പേര് കേട്ടതാണ്. പിന്നെന്താ അറിയേണ്ടത്? മാഷ് ചോദിച്ചു. ഇനിയെല്ലാം അവിടെ ചെന്ന് കണ്ടാൽ മതി, ടീച്ചറമ്മ പറഞ്ഞു. കുറച്ചു സമയം കൂടി മാഷച്ചനും ടീച്ചറമ്മയും നാടിനെക്കുറിച്ചും അവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഉദയൻ എഴുന്നേറ്റ് വരുന്നത്. ലക്ഷ്മിക്കുട്ടി ഇന്നും നേരത്തെ എഴുന്നേറ്റോ? ഉദയൻ ചോദിച്ചു. മോള് എന്നും എഴുന്നേക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെതേ ഇത് കണ്ടോ, അവൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ടീച്ചറമ്മ ഒരു വടിയെടുത്ത് കാണിച്ചു. ഇതെന്തിനാ? ഉദയൻ ചോദിച്ചു. മുറ്റടിക്കാൻ പോകുന്നു ഈ മഴയത്ത്, ടീച്ചർ പറഞ്ഞു. അത് കേട്ടതും ഉദയൻ അവളെ നോക്കി. നിനക്ക് സത്യത്തിൽ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഇനി തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടായിട്ട് വീട്ടുകാർ കയറ്റി ഇങ്ങോട്ട് അയച്ചതാണോ? പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ നീ എങ്ങനെ ടീച്ചറാവാ? ഉദയൻ ചോദിച്ചു. ഉദയേട്ടാ, എനിക്ക് മഴ ഇഷ്ടമാണ്. തുലാവർഷത്തിലെ നല്ല ഇടിമിന്നലും നല്ല മഴയുള്ള ഒരു രാത്രിയിലായിരുന്നു എൻ്റെ ജനനം, അതും തിരുവാതിര നാളിൽ. അതുകൊണ്ടാണ് എനിക്ക് മഴയോട് ഇത്രയും ഇഷ്ടമെന്ന് അമ്മ പറയാറുണ്ട്. ആയിരിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മഴയെ, അവൾ പറഞ്ഞു. ആഹാ, അപ്പോൾ തുലാമാസത്തിൽ തിരുവാതിരയാണ് അല്ലേ? ടീച്ചറമ്മ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. അപ്പോഴേക്കും സാന്ദ്രയും കുളി കഴിഞ്ഞ് വന്നിരുന്നു. എന്നാ എല്ലാവർക്കും റെഡിയാവാം, വേഗം പോയിട്ട് നമുക്ക് വേഗം വരാലോ? ഏയ് ഇല്ല, വേഗം പോയിട്ട് പെട്ടെന്നൊന്നും വരില്ല, എല്ലാവരും ഉള്ളതല്ലേ, നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാനേ, ഉദയൻ പറഞ്ഞു. ശരിക്കും? സാന്ദ്ര ചോദിച്ചു. ആന്നേ, നമ്മുടെ ലക്ഷ്മി കൊച്ചിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ ഗ്രാമമാണ് ബെറ്റർ എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണ്ടേ? അത് വേണം. എന്നാ വേഗം പോയി റെഡിയായിക്കോ, ഞാൻ മാധവിനെ ഒന്ന് വിളിക്കട്ടെ, അവിടെ എല്ലാവരും റെഡിയാണെന്ന് അറിയണമല്ലോ. ഉദയേട്ടാ, നമുക്ക് റെഡിയായിട്ട് വിളിക്കാം. അവിടെ പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ഒരുങ്ങാൻ പോലും സമയം കിട്ടില്ല, സാന്ദ്ര പറഞ്ഞു. മോളെ, കല്യാണത്തിനല്ല പോകുന്നത്, ക്ഷേത്രത്തിലേക്കാ, അതുകൊണ്ട് ഒരുപാട് ഒരുക്കം വേണ്ട, ഉദയൻ പറഞ്ഞു. എന്നാലും പുറത്തിറങ്ങുമ്പോൾ ഒരുങ്ങണ്ടേ ഉദയേട്ടാ? സാന്ദ്ര ചോദിച്ചു. മോളെ, ഈ മഴയത്ത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല, ഒലിച്ചു പോകത്തേയുള്ളൂ, അതുകൊണ്ട് ഒരുപാട് മേക്കപ്പ് ചെയ്യാണ്ട് വേഗം ഇറങ്ങി വരണം, ഉദയൻ പറഞ്ഞു. ഓ ശരി, വേഗം വരാം. സാന്ദ്ര ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മി, ഏത് ഡ്രസ്സ് ഇടുന്നത്? സാന്ദ്ര ചോദിച്ചു.
ചേച്ചി അമ്പലത്തിലേക്കല്ലേ? അപ്പോൾ സാരി ഉടുത്താൽ പോരെ? സെറ്റ് സാരി എടുക്കാം, അല്ലെങ്കിൽ സെറ്റ് മുണ്ട് എടുക്കാം, അവൾ പറഞ്ഞു. ആണോ? എന്നാ ഞാനും അങ്ങനെ തന്നെ എടുക്കാം അല്ലേ? ആ ശരി, എന്നെ വേഗം റെഡിയായിട്ട് വാട്ടോ, ഞാനും റെഡിയായിട്ട് വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര മുകളിലേക്കും ലക്ഷ്മി അവളുടെ റൂമിലേക്കും പോയി. ലക്ഷ്മി കബോർഡ് തുറന്ന് ആലോചനയോടെ നിന്നു. ഏത് ഡ്രസ്സ് ഇടുമെന്നുള്ള ആലോചനയിലാണ്. അപ്പോഴാണ് മെറൂൺ കളറിലുള്ള ഒരു ബ്ലൗസ് അവളുടെ കണ്ണിൽ പെട്ടത്. അപ്പോഴാണ് ഗോൾഡൻ കളർ സെറ്റ് മുണ്ടിൻ്റെ കാര്യവും അവൾ ഓർത്തത്. അവൾ വേഗം തന്നെ മെറൂൺ ബ്ലൗസും ഗോൾഡൻ കളർ സെറ്റ് മുണ്ടിലും മനോഹരിയായി തന്നെ ഒരുങ്ങി. കൈകളിൽ മെറൂൺ കളർ കുപ്പിവളയും കാതിലെ സ്വർണ്ണക്കമ്മലിലേക്ക് ഒന്ന് നോക്കി. പിന്നെ എന്തോ ഓർത്തതുപോലെ ആ കമ്മലൂരി അലമാരയിലേക്ക് വെച്ചുകൊണ്ട് ബാഗിലെ ഒരു അറ തുറന്നു. അതിൽ നിന്നും ഒരു ബോക്സ് എടുത്തു. അത് തുറന്നതും അവൾക്ക് അവളുടെ അമ്മയുടെ മണം തോന്നി. അവൾ അതിൽ നിന്നും മനോഹരമായ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ജിമിക്ക് കമ്മൽ എടുത്തു. ഒത്തിരി ഇഷ്ടമാണ് അവൾക്കത്. അവളുടെ അമ്മയുടെയാണ്. വല്ലപ്പോഴും മാത്രമേ അവളത് ഇടാറുള്ളൂ. അതിൽ പിന്നെ മറ്റൊരു മാലയും ഉണ്ടായിരുന്നു, നല്ല നീളമുള്ള സ്വർണ്ണ ചെയിൻ. അതെടുത്ത് അവൾ നോക്കി. അതിൽ ശ്രീപത്മനാഭൻ്റെ ഒരു ലോക്കറ്റാണ് കിടക്കുന്നത്. അവൾ അത് അല്പസമയം നോക്കി നിന്നു. പിന്നെ അങ്ങനെ തന്നെ അത് ആ ബോക്സിലേക്ക് വെച്ച് കബോർഡിലേക്ക് എടുത്തു വെച്ചു. ഓർമ്മകളിൽ നിന്നും ഉള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അവൾക്ക്. വേഗം തന്നെ വീണ്ടും കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് ഭംഗിയുള്ള നീണ്ട കണ്ണുകളാണ് അവൾക്ക്. അത് ഭംഗിയായി തന്നെ അവൾ എഴുതി. അവളുടെ കണ്ണുകൾക്ക് ഭംഗി കൂട്ടാൻ എന്നതുപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കൺപീലികൾ. അവൾ അത് മസ്കാര വെച്ച് ഒന്ന് വിടർത്തി കൊടുത്തു. പിന്നെ ഒരു പൊട്ടും ലിപ് ബാമും ഇട്ടുകൊണ്ട് മുടി അഴിച്ചിട്ടു. മുടി കുളിപ്പിന്നിലിട്ട് വെച്ചു. അതിൽ ഭംഗിയുള്ള ഒരു ക്ലിപ്പും വെച്ചു. അവൾ കണ്ണാടിയിലേക്ക് നോക്കി. കൊള്ളാമെന്ന് തോന്നിയതും അവൾ പുറത്തേക്കിറങ്ങി. എന്നാൽ ഇതേ സമയം അവളെ നോക്കിക്കൊണ്ട് നിന്ന മാധവ് അവൾ ഒരുങ്ങുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ ഒരു ചിരിയോടെ വന്ന് അവൻ്റെ കബോർഡ് തുറന്നു. ഷർട്ട് എടുക്കാൻ പോയപ്പോഴാണ് മെറൂൺ കളറിലെ ഒരു ഷർട്ട് കണ്ടത്. അത് കണ്ടതും അവൻ അതെടുത്തിട്ടു. അതോടൊപ്പം തന്നെ ഗോൾഡൻ കരയുള്ള ഒരു മുണ്ടും എടുത്തു. അവൻ കണ്ണാടിയിലേക്ക് നോക്കി. പിന്നെ വേഗം താഴേക്കിറങ്ങി. ലക്ഷ്മിയെ കണ്ടപ്പോൾ മാഷിനും ടീച്ചർക്കും ഇന്നലത്തേതിലും കൂടുതൽ സുന്ദരിയാണെന്ന് തോന്നി. സാന്ദ്രയും അവളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കൊച്ചിൻ്റെ സൗന്ദര്യം പുറത്തേക്ക് വരികയാണല്ലോ. സാന്ദ്രയാണ് പറഞ്ഞത്. നീ എൻ്റെ ലക്ഷ്മി കൊച്ചിനെ കണ്ണുവെക്കോ? ഉദയൻ ഷർട്ടിൻ്റെ കൈ മടക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. എന്നാ വാ, അവരൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ പുറത്തേക്കിറങ്ങി. അപ്പോൾ തന്നെ എല്ലാവരും ടീച്ചറമ്മയുടെ പുറകെ തന്നെ ഇറങ്ങി. മഴ ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽക്കുന്നുണ്ട്. ഭാഗ്യമാണെങ്കിൽ പോയി വരുന്നത് വരെ മഴ ഉണ്ടാവില്ല, ടീച്ചറമ്മ പറഞ്ഞു. അതേസമയം തന്നെയാണ് അവിടെ നിന്നും സീതാമ്മയും മാധവിൻ്റെ അച്ഛനും മിത്രയും മനുവുമെല്ലാം ഇറങ്ങുന്നത്. എല്ലാവരും ഇറങ്ങിയോ? ആ ഇറങ്ങി, ദേ മാധവ് ഇപ്പോൾ വരും, വെള്ളം കുടിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തേക്കിറങ്ങിയത്. ആ സമയം തന്നെ മാധവും പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയ മാധവനെ കണ്ടതും ലക്ഷ്മി അമ്പരപ്പോടെ നോക്കി. പിന്നെ അവൾ അവളുടെ ഡ്രസ്സിലേക്കൊന്ന് നോക്കി. പിന്നെ മാധവിനെയും. ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു മിത്രയും. മിത്ര മാധവിനെയും ലക്ഷ്മിയെയും മാറി മാറി നോക്കി. അപ്പോൾ കൺഫേമായി, ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. ഇനി ഇതിലാരാണ് ആദ്യമിട്ടത് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി, അവൾ മനസ്സിലോർത്തു. മാധവ് വാതിൽ പൂട്ടി പുറത്തേക്കിറങ്ങി. അവൻ്റെ നോട്ടം ലക്ഷ്മിയിലായിരുന്നു. അവൻ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാറെടുത്ത് പുറത്തേക്ക് വന്നപ്പോഴും അവൻ്റെ നോട്ടം ലക്ഷ്മിയിൽ തന്നെയായിരുന്നു. മാധവിൻ്റെ അച്ഛനാണ് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയത്. പുറകിലായി അമ്മയും മനുവും മിത്രയും കയറി. ഉദയൻ്റെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിലായിട്ട് സാന്ദ്രയും പുറകിലായിട്ട് മാഷച്ചൻ്റെയും ടീച്ചറമ്മയുടെയും അടുത്തായിട്ട് ലക്ഷ്മി ഇരുന്നു. ആദ്യം പോയത് മാധവിൻ്റെ കാറാണ്. പുറകിലായി ഉദയൻ്റെ കാറും. കാറിലിരിക്കുമ്പോഴും ലക്ഷ്മിയുടെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു. അവൾ മാധവിൻ്റെ രൂപം ഓർത്തു. തൻ്റെ അതേ കളറിലുള്ള ഡ്രസ്സാണ് അവൻ ഇട്ടിരിക്കുന്നത് എന്നോർത്തു. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നെല്ലാമുള്ള ചിന്തകളായിരുന്നു ആ സമയം ലക്ഷ്മിക്ക്. എന്നാൽ അവളെ അത്രയും അടുത്ത് ആ വസ്ത്രത്തിൽ കണ്ടപ്പോൾ മാധവിന് ഒത്തിരി സന്തോഷം തോന്നി. എന്തോ തൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ച് നിറഞ്ഞു തുളുമ്പുന്നതായിട്ടൊക്കെ തോന്നി. ഇത് പ്രണയമെന്ന് ഉറപ്പിക്കുകയായിരുന്നു ആ സമയം മാധവ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ
കാർത്തിക.